ഫണ്ട് പിരിച്ചത് ജനങ്ങളിൽ നിന്നാണ്. അത് ഈ ഉന്നയിക്കപ്പെട്ട 3 ആരോപണങ്ങളിലും ജനങ്ങളിൽ നിന്നാണ് ഫണ്ട് പിരിച്ചത്. ഇപ്പൊ ജനങ്ങളോട് ഇതിന് മറുപടി പറയേണ്ട ബാധ്യത കൂടിയുണ്ട്. പാർട്ടി അത് കമ്മിറ്റികൾ ചർച്ച ചെയ്യുന്നതിലുപരി ആ രീതിയിലുള്ള ഒരു മറുപടി അല്ല ഗോവിന്ദ മാഷ് ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അപ്പോൾ ഇത് എങ്ങനെ പാർട്ടി ജനങ്ങളോട് ഇതിൽ മറുപടി എങ്ങനെ പറയും? പാർട്ടിക്കുള്ളിൽ കൃത്യമായ വിശദീകരണം നൽകാൻ സാധിക്കാത്തവർക്ക് ജനങ്ങൾക്ക് മുമ്പിൽ എങ്ങനെ വിശദീകരണം നൽകാൻ സാധിക്കും? അതൊരു വിഷയമാണ്. കാരണം എനിക്ക് ബോധ്യമില്ല, എന്നെ ബോധ്യപ്പെടുത്താൻ പാർട്ടിക്ക് സാധിച്ചിട്ടില്ല. കഴിഞ്ഞ 4-5 വർഷമായി ഈ പോരാട്ടം പാർട്ടിക്കകത്ത് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അനുകൂലമായ നിലപാടും പാർട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടാകാത്തത് കൊണ്ടാണ് ഇത് പരസ്യ പ്രതികരണത്തിന് ഞാൻ മുതിർന്നത്. പാർട്ടി ഇങ്ങനെ പോകുന്നത് കേരളത്തിന് പാർട്ടിക്ക് മാത്രമല്ല കേരളത്തിന് അപകടമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ കേരളം ഇന്നത്തെ നിലയിലെത്തിയത് അതിൽ മുഖ്യ പങ്ക് വഹിച്ചത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. പാർട്ടി പ്രകടനം തന്നെ നടത്തി കഴിഞ്ഞു, പരസ്യമായി അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സ്വാഭാവികമായും പയ്യന്നൂരിൽ ഉൾപ്പെടെ ഇപ്പൊ താങ്കൾ പറയുന്ന ഈ നിലപാടുകളോട് അല്ലെ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളോട് അതിൽ യോജിച്ചുകൊണ്ടുള്ള അഭിപ്രായമുള്ള അവർ പയ്യന്നൂർ പാർട്ടിയിൽ തന്നെ ഉണ്ട് എന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്, തീർച്ചയായും. ഈ പയ്യന്നൂർ പാർട്ടിക്കകത്ത് 4000-ലധികം പാർട്ടി മെമ്പർമാരുണ്ട് പയ്യന്നൂർ ഏരിയയിൽ മാത്രം. അതെന്ന് പറഞ്ഞാൽ ഈ 2 പഞ്ചായത്ത് ഒരു മുനിസിപ്പാലിറ്റിയാണ്. 4000-ലധികം പാർട്ടി മെമ്പർമാരുണ്ട്. എത്ര ആളാ പ്രകടനത്തിലുണ്ടായത്? ഇന്നിപ്പം മീഡിയ 1 ചാനലിൽ ഒരു വാർത്ത വന്നത് തായനേരിയിൽ വി കുഞ്ഞികൃഷ്ണൻ അനുകൂലമായി ഫ്ലക്സ് ബോർഡ് വന്നിരിക്കുന്നു. അതിൽ VS അച്യുതാനന്ദൻ്റെയും വി കുഞ്ഞികൃഷ്ണൻ്റെയും ഫോട്ടോ വെച്ചുകൊണ്ടുള്ളതാണ് ഫ്ലക്സ് ബോർഡ് എന്ന് മീഡിയ 1 ചാനലിലാണ് ഞാൻ ആ വാർത്ത കണ്ടത്. അങ്ങനെ ഒരു ഫ്ലക്സ് ബോർഡ് വന്നിട്ടുണ്ട് എന്ന് ആ വാർത്തയിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. ഈ ബോർഡ് വെക്കുക എന്നൊക്കെ പറയുന്ന ഒരു പ്രയാസമുള്ള കാര്യമില്ല. ആരോ ഒരാൾ വിചാരിച്ചാൽ രാത്രി ബോർഡ് വെക്കാം. അത് ഫ്ലക്സ് ബോർഡ് അടിച്ചു കിട്ടുക എന്ന് പറയുന്നത് ഒരു പ്രയാസമുള്ള കാര്യമില്ല. സെക്കൻഡ് വെച്ചുകൊണ്ട് ബോർഡ് അടിച്ചു കിട്ടും. അത് അനുകൂലമാണോ പ്രതികൂലമാണോ എന്നതൊരു വിഷയമല്ല. ഇത് ജനങ്ങളുടെ മനസ്സിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു, ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. ഞാനിപ്പോൾ ആർക്കൊക്കെ പങ്കുണ്ടെന്ന് പറയാൻ ആളല്ല, പക്ഷെ പഴയ കാലമല്ല ഇത്. പഴയ കാലത്ത് പാർട്ടിക്കെതിരായി വലിയ രീതിയിലുള്ള കടന്നാക്രമണങ്ങൾ ഉയർന്നു വരുന്ന ഒരവസ്ഥയായിരുന്നു. അതിനെ പ്രതിരോധിക്കാതെ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നില്ല. ഇന്ന് അങ്ങനെ ഒരവസ്ഥയില്ല. അതുകൊണ്ട് തന്നെ പാർട്ടി മുൻകൈയെടുത്ത് ഒരക്രമ സംഭവവും ഉണ്ടാകാൻ പാടില്ല എന്ന് പാർട്ടി നേതൃത്വം തന്നെ പാർട്ടിക്കകത്ത് കീഴേ തലം വരെ വിശദീകരിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.